Hi friends, welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് ഒക്ടോബർ 1-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് ഇന്ന് വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി കാണും വെയിറ്റ് ലോസ് ചലഞ്ച് ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം, ഞാൻ 30 ദിവസം അല്ലെങ്കിൽ 21 ദിവസത്തേക്കല്ല ഈ പ്രാവശ്യം ചെയ്യുന്നത്. പിന്നെ ഞാൻ ഡിസംബർ വരെ ടൈം എടുത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരെ പതുക്കെ തന്നെ ഈ ഒരു 3 മാസം കൊണ്ട് എൻ്റെ ടാർഗറ്റ് വെയിറ്റ് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ വെയിറ്റ് ലോസ് ചലഞ്ചിലും ഞാൻ സ്റ്റാർട്ടിംഗ് വെയിറ്റ് കാണിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഈ വെയിറ്റ് ലോസ് ചലഞ്ചിൽ, കാരണം അത്രയ്ക്ക് ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സമയം എടുത്ത് തന്നെ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. പെട്ടെന്ന് നമ്മൾ ഒരു ഫാസ്റ്റ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ കീറ്റോ LCHF പോലെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കുറയും. പക്ഷെ അത് വേണ്ട, ഞാൻ ഹെൽത്തി ആയിട്ട് 3 മാസം എടുത്ത് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇന്ന് ഡേ 1 വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്നലത്തെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ എൻ്റെ കൂടെ വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ഇന്ന് നിങ്ങൾ ഡേ 1-ൽ നിങ്ങളുടെ വെയിറ്റ് എത്ര ആണെന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ഇടണം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഡേ 1-ൽ എന്തൊക്കെ ഫുഡ് കഴിച്ചെന്ന് കമന്റ് ഇടാൻ പറ്റുന്നവർ അങ്ങനെ ഇടുക. അല്ലെങ്കിൽ ഡേ 1-ൽ സ്റ്റാർട്ടിംഗ് വെയിറ്റ് നിങ്ങളുടെ എത്ര ആണെന്ന് ഇടുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ നാളത്തെ വീഡിയോയിൽ ആ ഒരു സംശയം പറഞ്ഞു തരുന്നതായിരിക്കും, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ. അങ്ങനെ എന്തായാലും നമ്മൾ ഐശ്വര്യമായിട്ട് ഇന്ന് ഡേ 1 തുടങ്ങും. അപ്പൊ എന്റെ വെയിറ്റ് അറിയണ്ടേ? നിങ്ങൾ എല്ലാവരും അതായിരിക്കും പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ചലഞ്ചിലൊക്കെ എന്നോടൊപ്പം ചെയ്തവർക്കറിയാം ഞാൻ നന്നായിട്ട് വെയിറ്റ് കുറച്ച് 66 വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ വെയിറ്റ് നോക്കാം. ദാ ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പൊ എല്ലാവരും എന്റെ വെയിറ്റ് കണ്ടോ? 78.6 ഉണ്ട്. ഇന്നലെ നോക്കുമ്പോ 79 ആയിരുന്നു. അപ്പൊ ഞാൻ കരുതി ഇന്നെങ്ങാനും നോക്കുമ്പോ 80 കിലോ എങ്ങാനും ആവുമെന്ന്. കാരണം 80 കാണാനുള്ള ഒരു കരുത്തില്ല, എന്നാലും അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ 78.6-ൽ നിന്ന് ഇനി ഞാൻ എത്ര വെയിറ്റ് കുറച്ചാൽ 63, 64 അല്ലെ 63 ഒക്കെ എത്തിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 മാസം ടൈം എടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അങ്ങനെ കുറച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വെയിറ്റ് കുറയാൻ പാടുള്ളവര്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കണം, വേറെ എവിടെയും പൈസയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് എക്സസൈസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കും അവര്, അതുപോലെ നമുക്ക് ഡയറ്റ് പ്ലാൻ തരും, അങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്നോടൊപ്പം തന്നെ വെയിറ്റ് ലോസ് ചെയ്തോ. കമന്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് എത്ര എന്ന് പറയാം, നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നുണ്ടോ എന്ന് പറയാം. അത് ഓരോ വീഡിയോയിലും എൻ്റെ വെയിറ്റ് എത്രയാണ് കുറയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം, ഏതൊക്കെ ഫുഡാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞ് നമുക്കറിയാം. എന്താണ്? ആദ്യം തന്നെ അവർ പറയുന്നത് ഷുഗർ കുറയ്ക്കാനായിരിക്കും. അപ്പം നമുക്ക് മധുരം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത എന്നെ പോലുള്ളവരാണെങ്കിൽ പരമാവധി നമുക്ക് ഷുഗർ കുറയ്ക്കാൻ നോക്കാം. എന്നിട്ട് അതിന് പകരം ശർക്കര അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള ഹണി ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡേറ്റ്സ്, അതൊക്കെ കഴിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനിലുള്ള ഫുഡ് നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ് മാക്സിമം ഒഴിവാക്കിയാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എന്നാലും നമുക്ക് തീരെ കാർബ് കഴിക്കാതെ പ്രോട്ടീന് മാത്രം കഴിച്ചാലും നമുക്ക് മുന്നോട്ട് അത് ഒരുപാട് നാൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഞാൻ ചോറ് ഡെയിലി കഴിക്കും. ഒരു തവണയല്ല ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, 2-3 വട്ടം ചോറ് കഴിച്ചിട്ടുണ്ട് ഓരോ ദിവസങ്ങളിൽ. അപ്പം അങ്ങനെ കഴിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടുന്നത്. അങ്ങനെ കൂടിയതാണ് ഈ വെയിറ്റ്. അപ്പം എന്തായാലും ഞാൻ ചോറ് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കും. കാരണം അങ്ങനെ അവോയ്ഡ് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വെയിറ്റ് ലോസ് സംഭവിക്കും. പിന്നെ ചില ദിവസമൊക്കെ ചോറ് കഴിക്കാൻ തോന്നിയാൽ ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ അതുപോലെ എക്സസൈസ്. ഇന്നാണെങ്കിൽ ഡേ 1 അല്ലേ, ഞാൻ നന്നായിട്ട് രാവിലെ വാക്കിങ്ങിന് പോകണമെന്നൊക്കെ പറഞ്ഞാണ് എണീറ്റത്. പക്ഷെ നടന്നില്ല, മോക്ക് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്ത് നടക്കാൻ പോകാനൊന്നും പറ്റിയില്ല. ഞാൻ വീട്ടിൽ തന്നെ അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാളിൽ നടന്നെയ്ത്. അപ്പൊ ഇന്നത്തെ എൻ്റെ എക്സസൈസ് ഫ്ലോപ്പ് ആയിപ്പോയി. രാവിലെ തന്നെ ഞാൻ അത് പ്ലാൻ ചെയ്തത് അതുപോലെ സംഭവിച്ചില്ല. അപ്പൊ പലർക്കും അങ്ങനെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇന്നത് കഴിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വേറെ ഫുഡ് കഴിക്കും. അതുപോലെ എക്സസൈസ്
നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്യാതിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ ഫ്ലോപ്പായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിന്ന് രാവിലെ എക്സസൈസിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് എന്നിട്ട് ഞാൻ തോറ്റില്ല. ഞാൻ രാവിലെ വെയിറ്റ് നോക്കിയപ്പോൾ 78.6 കണ്ടു. എന്നിട്ട് ഞാനൊരു മോർണിംഗ് ഡ്രിങ്ക് എടുത്തു. അപ്പം ഞാൻ എന്ത് മോർണിംഗ് ഡ്രിങ്ക് ആണ് എടുത്തതെന്നല്ലേ, എല്ലാ വെയിറ്റ് ലോസ് ചലഞ്ചിലും ഞാൻ ലെമൺ വാട്ടർ തന്നെയാണ് രാവിലെ എടുക്കുന്നത്. ഇത് പെട്ടെന്ന് വയറ് കുറയാനോ അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയാനോ അല്ല ഞാനിത് എടുക്കുന്നത്. ഒരു ഗ്ലാസ് രാവിലെ ഒരു ചെറിയ ചൂടുവെള്ളമെങ്കിലും ഞാൻ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഞാൻ ഇന്ന് ഡയറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഫുഡ് കൺട്രോൾ ചെയ്തേ കഴിക്കൂ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എന്നൊരു തോന്നൽ എനിക്കുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ വലിച്ചു വാരി കഴിക്കുന്നത് ആ ഒരു ദിവസം ഒഴിവാക്കും. അതിനുവേണ്ടിയാണ് രാവിലെ തന്നെ ഞാൻ ആ വെള്ളം കുടിച്ചത്. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഈ 3 മാസവും ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് IMF ആണ്. IMFനെ പറ്റി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് നാൾ ഓവറായിട്ട് ഫുഡ് കഴിച്ച് ഒരു രീതിയിൽ നമ്മൾ വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് എന്നുള്ള വാക്കൊക്കെ വീട് ഒരു രീതിയിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യാതെ വരുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു പാറ്റേൺ ആണ് 16:8. അപ്പോൾ 8 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കും, 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യും. ഈ ഒരു കാര്യം യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡായിരുന്നു ഒരു ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഈ ഒരു IMF. അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും IMFനെ പറ്റി അറിയാം. 10 മണി മുതൽ 6 മണി വരെയുള്ള വിൻഡോ ആണ് ഞാൻ ചൂസ് ചെയ്തത്. അതാണ് എനിക്ക് കംഫർട്ട്. 10 മണിയാവുമ്പോൾ തന്നെ എങ്ങനെ നമ്മൾ പിന്നെ അത്രയും നേരം വിശന്നിരിക്കും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. രാവിലെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡും കൂടി ഞാൻ പ്രിപ്പയർ ചെയ്തൊക്കെ വെക്കും. പിന്നെ ക്ലീനിങ് ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ജോലി കംപ്ലീറ്റ് കഴിയും. ഈ 10 മണിയാകുമ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് 6 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഫുഡ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ 6 മണിക്ക് ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തമ്പനയിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഒക്ടോബർ 1 തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് IMFൽ ഏതെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ എടുക്കുക. രാവിലെ 8 മണിയാണെങ്കിൽ വൈകിട്ട് 4 മണിയാകുമ്പോൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്യുക. അതൊരു ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് സന്ധ്യയ്ക്കാകുമ്പോൾ നന്നായിട്ട് വിശക്കും. അതുകൊണ്ടാണ് ഞാൻ 6 മണിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വിശക്കത്തില്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. കാരണം നമ്മൾ ഡെയിലി വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വെള്ളം കുടിക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് ചലഞ്ചിനകത്ത് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഞാൻ 1.5 ലിറ്ററിൻ്റെ 2 ബോട്ടിലുണ്ട് എടുത്തു വെക്കും വെള്ളം. എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ആ 1.5 ലിറ്ററിൻ്റെ ഒരു കുപ്പി ഞാൻ ഫിനിഷ് ചെയ്യും. പിന്നെ ബാക്കി ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ രാത്രിക്ക് മുന്നേ ഫിനിഷ് ചെയ്യും. അങ്ങനെ 3 ലിറ്റർ വെള്ളമാണ് ഞാൻ ഇന്ന് കുടിച്ചത്. 2 ലിറ്റർ വരെ കുടിച്ചാലും മതി. 2 ലിറ്റർ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ 2 ലിറ്റർ കുടിക്കുക. അതിൽ കുറഞ്ഞ് കുടിക്കാൻ നിൽക്കരുത്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യണ്ടേ നമുക്ക്. അപ്പോൾ നമ്മൾ 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഷുഗർ മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കാം. പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് തീരെ അങ്ങ് കുറച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം എന്തൊക്കെയായിരുന്നു എന്ന് കാണണ്ടേ. ഞാൻ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അന്നേരം വീഡിയോ ഒരുപാട് ലെങ്തി ആവും, നിങ്ങളൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് നോക്കാം. രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ലെമൺ സ്ക്യൂസ് ചെയ്ത് അതാണ് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിച്ചത്. പിന്നെ 10 മണിയായപ്പോഴത്തേക്ക് തലേന്ന് രാത്രിയിൽ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകി അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞൊടി അത് തന്നെയാണ് ഞാൻ രാവിലെ നമ്മുടെ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചത്. അതിനുശേഷം ഒരു 15 മിനിറ്റിന് ശേഷമാണ് 2 എഗ്ഗ് ഓംലെറ്റ് ആക്കിയതും കൂടെ ഒരു 6 ബദാം വെള്ളത്തിലിട്ട് കുതിർത്തതും പിന്നെ ഞാൻ കറിക്ക് അരിഞ്ഞപ്പം ബാക്കി വന്ന ഒരു കഷ്ണം മാങ്ങ അതുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. കൂടെ ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗ്രീൻ ടീ കുടിച്ചത്. ഉച്ചയ്ക്ക് ഞാൻ ഒരു കുബൂസും അതിൻ്റെ കൂടെ ഫിഷ് കറിയാണ് എടുത്തത്. ഫിഷ് നന്നായിട്ട് തന്നെ ഈ കറിയിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. വിശപ്പില്ലാത്തതുകൊണ്ട് തന്നെ മിഡ് മോർണിംഗ് സ്നാക്ക് ഈവനിങ് സ്നാക്ക് ഞാൻ കഴിച്ചില്ല. ഡിന്നറിനായിട്ട് ഞാൻ ഒരു ആപ്പിളാണ് കഴിച്ചത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഇന്നത്തെ ഫുഡ് കണ്ടില്ലേ. രാവിലെ 10:30-ക്കുള്ളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോഴാണ് ലഞ്ച് കഴിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മിഡ് മോർണിംഗ് സ്നാക്ക് എടുക്കാഞ്ഞത്. നിങ്ങൾക്ക് ഫ്രൂട്ട്സോ കുക്കുംബറോ ക്യാരറ്റോ എന്തെങ്കിലും നട്ട്സോ ഒക്കെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് കഴിക്കാം, ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ വൈകുന്നേരം ഈവനിങ് സ്നാക്ക് കഴിക്കാം. എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ആ കുബൂസ് മീൻകറി എടുത്തെങ്കിൽ അതിനകത്തുനിന്ന് ഞാൻ ഫിഷ് തോനെയും കഴിച്ചിട്ടുണ്ട്. കുബൂസ് ഒരെണ്ണേ കഴിച്ചുള്ളൂ. നിങ്ങൾക്ക് ചപ്പാത്തി
ചപ്പാത്തി 2 കഴിക്കാം, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കഴിക്കാം, ഗോതമ്പിന്റെ പുട്ട് കഴിക്കാം, റാഗിയുടെ പുട്ട് കഴിക്കാം. പിന്നെ എന്താണ്, ചോറ് തന്നെ കഴിക്കേണ്ടവരാണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ ചോറും ബാക്കി കറികളും ചേർത്തിട്ട് ചോറ് കഴിക്കാം. അങ്ങനെ എന്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മതി. പിന്നെ വൈകുന്നേരവും എനിക്ക് ഇത് കഴിച്ച് നന്നായിട്ട് വയറ് ഫില്ലായി. കാരണം എന്താണെന്നറിയാമോ, ഞാൻ വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ്. 3 ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ കുടിക്കുമല്ലേ, അപ്പോൾ വയറ് എപ്പോഴും നല്ല നിറഞ്ഞ കൂട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈവനിങ് സ്നാക്ക് ഒഴിവാക്കിയിട്ട് ഡിന്നറിന് ഒരു ആപ്പിൾ മാത്രം എടുത്തത്. എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ട് കേട്ടോ. ആദ്യത്തെ ദിവസം നമ്മൾ ഈ വെള്ളം അല്ലാണ്ട് വാരി കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് തീരെ വിശപ്പ് തോന്നത്തില്ല. അതുകൊണ്ടാണ് ഇനി രാത്രിയിൽ വിശന്നാലും ഞാൻ ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീയോ എങ്ങനെ കുടിക്കത്തുള്ളൂ. ഫുഡൊന്നും കഴിക്കത്തില്ല. ഞാൻ ഈ ആപ്പിൾ കഴിച്ച് ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നാളെ ഞാൻ Day 2 വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇടയ്ക്ക് വെച്ചൊന്നും ഞാൻ ഇട്ടേച്ച് പോകത്തില്ല. നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് എത്ര ആണെന്ന് പറയണം കേട്ടോ. നിങ്ങളുടെ റിസൾട്ട് കാണുമ്പോഴും നിങ്ങളുടെ കമന്റ് കാണുമ്പോഴുമാണ് മുന്നോട്ട് എനിക്ക് ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ ഇന്നത്തെ എൻ്റെ ഫുഡ് കണ്ടു. പിന്നെ എക്സസൈസ് ഞാൻ അരമണിക്കൂർ വീട്ടിൽ തന്നെയാണ് നടന്നത്. പിന്നെ വെള്ളം 3 ലിറ്റർ കുടിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നും ഇതൊക്കെ തന്നെ ആയിരിക്കും പറയാനുള്ളത്. എന്നാലും നമുക്ക് ഒരുമിച്ച് വെയിറ്റ് ലോസ് ചെയ്യാം. അപ്പോൾ എൻ്റെയും വണ്ണം കുറയും, നിങ്ങളുടെയും വണ്ണം കുറയും. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.